ലോക പരിസ്ഥിതി ദിനാഘോഷം കോട്ടയം ജില്ലാതല ഉദ്ഘാടനം ചങ്ങനാശ്ശേരിയിൽ നടത്തി. SB കോളേജിൽ നടത്തിയ പരിപാടി കോട്ടയം ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ PP പ്രമോദ് IFS ഉദ്ഘാടനം ചെയ്തു. കോട്ടയം സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്ന സന്ദേശം ഉയർത്തിയായിരുന്നു ദിനാചരണ പരിപാടികൾ. ജനിക്കാൻ പോകുന്ന തലമുറയ്ക്കും അതിനു മുമ്പുള്ള തലമുറകൾ സുഖമായിട്ട് ജീവിച്ചിരുന്നത്, അതായത് അന്തസ്സോടുകൂടി ജീവിതം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ വാട്ടർ ലോഗായിട്ട് കൊച്ചിയിൽ നിങ്ങൾ വെള്ളം കെട്ടിക്കിടക്കുന്ന കണ്ടിട്ടില്ല, പിന്നെ സിറ്റിയിൽ പൊള്യൂട്ടഡ് ആയിട്ട് അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുക എന്നുള്ള അന്തസ്സോടെയുള്ള ജീവിതമല്ല. അപ്പൊ അന്തസ്സോടെയുള്ള ജീവിതം പ്രാപ്തമാക്കുന്നതിന് വേണ്ടി ലോകരാജ്യങ്ങളിലെ നേതാക്കന്മാരുടെ കൂടി ആലോചിച്ച് തീരുമാനിച്ചതാണ്. 73-ലാണ് ശരിക്കും ആദ്യമായിട്ട് എൻവയൺമെന്റ് ഡേ കോമമറേഷൻ തുടങ്ങിയത്. അപ്പൊ അന്ന് ഒൺലി വൺ എർത്ത് എന്നുള്ള ഒരേ ഒരു ഭൂമി എന്നുള്ളതായിരുന്നു തീം. ഇതിന്റെ തീം ഇവിടെ കാണും. 24-ലുള്ള തീം മാറിയിട്ടുണ്ട്. ഇപ്പൊ ലാൻഡ് റെസ്റ്റോറേഷൻ, ഡെസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ട് റെസിലിയൻസ് എന്നുള്ളതാണ് ഇത്തവണത്തെ തീം. പക്ഷെ അന്ന് ഒരേ ഒരു ഭൂമിയേ ഉള്ളൂ എന്നുള്ളതാണ് പിന്നെ സ്ലോഗനായിട്ടുള്ളത്. ഇത്തവണത്തെ സ്ലോഗൻ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി നമ്മുടെ ഭാവി എന്നുള്ളതാണ്. ആർ ലാൻഡ് ആർ ഫ്യൂച്ചർ എന്നുള്ളതാണ് തീം. അപ്പോൾ അന്ന് ഒരേ ഒരു ഭൂമി എന്ന് പറയുമ്പോഴേക്കും അന്നുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഇപ്പോൾ ആളുകൾക്ക് ഒരേ ഒരു ഭൂമി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉദ്ഘാടന യോഗത്തിൽ കോളേജ് മാനേജർ ഫാദർ ജെയിംസ് പാലിക്കൽ അധ്യക്ഷനായിരുന്നു. കോട്ടയം I&D കൺസർവേറ്റർ നീതുലക്ഷ്മി IFS, കോട്ടയം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ N രാജേഷ് IFS, SB കോളേജ് പ്രിൻസിപ്പൽ ഫാദർ റെജി P കുര്യൻ, അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് KB സുഭാഷ്, അസിസ്റ്റന്റ് പ്രൊഫസർ ജെബിൻ ജോസഫ് എന്നിവർ സംസാരിച്ചു. ജൈവ വൈവിധ്യ ബോർഡിന്റെ ആലപ്പുഴ ജില്ലാതല പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ജൈവ വൈവിധ്യങ്ങളുടെ കലവറയായി കേരളത്തെ സംരക്ഷിക്കാൻ കഴിയണമെന്ന് MLA പറഞ്ഞു. മഴ പെയ്തു തുടങ്ങിയപ്പോഴത്തേക്ക് പറഞ്ഞ മഴയൊന്ന് നിന്നാൽ മതി എന്നാണ്. അതിന് ഒരുപാട് സ്ഥലത്ത് വെള്ളക്കെട്ട്, വെള്ളം ഒഴിയുമ്പോൾ വഴിയില്ല. നമ്മളെല്ലാം നിങ്ങളുടെ നീന്തി ഞങ്ങൾ ജനപ്രതിനിധികൾക്ക് ഒരുപാട് സ്ഥലത്ത് വെള്ളം നീന്തി വിടുന്നു. എൻ്റെ ഒരു അരയുടെ താഴെ വരെയുള്ള സ്ഥലത്ത് വരെ പോയി ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ടൗണിനകത്ത് നഗരത്തിലുള്ള റോഡിനുള്ളിലെ വാർഡിലാണ് ഇത്രയും അരയൊക്കെ നടന്നത്. ഈ പ്രാവശ്യം വെള്ളം കയറിയ പ്രദേശം നോക്കിയാൽ പൊടിയോടെ ചേർന്ന ഭാഗത്ത് അവിടെയുള്ള ആൾക്ക് ഒരുപാട് പേർ ക്യാമ്പിലേക്ക് വേണ്ടി വന്നില്ല. ചില സ്ഥലത്ത് പോലും ചില സ്ഥലത്ത് വേണ്ടി വന്നില്ല. പക്ഷേ പുഴയോ തോടുകളോ ഒന്നും വലിയ തോടോ ഒന്നും ഇല്ലാത്ത, അതിന് സമീപത്തില്ലാത്ത തീരദേശത്ത് അല്ലെങ്കിൽ കരപ്രദേശത്ത് എല്ലാം ഉള്ള ആളുകളാണ് വെള്ളം കയറി വീട്ടിനകത്ത് വെള്ളം കയറിയിട്ട് ക്യാമ്പിലേക്ക് വന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവിടെയെല്ലാം പോയിട്ട് എങ്ങോട്ടെങ്കിലും വെള്ളം വെട്ടിവിടാൻ വല്ല വഴിയുണ്ടോ ചോദിക്കുമ്പോൾ വഴിയൊന്നുമില്ല. എന്ന് പറ്റുന്ന വഴിയില്ല സാർ, എന്താ പറയുന്നത്? പുറക്കാട് പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും SNM ഹയർ സെക്കൻഡറി സ്കൂൾ ജൈവ വൈവിധ്യ ക്ലബിന്റെയും NSS യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ അധ്യക്ഷനായി. അന്തർദേശീയ കായൽ കൃഷി ഗവേഷണ പരിശീലന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ KG പത്മകുമാർ പരിസ്ഥിതി സംരക്ഷണ ക്ലാസ് എടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VS മായാദേവി, ജൈവ വൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ ശ്രുതി ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം G വേണുലാൽ, പഞ്ചായത്ത് അംഗം പ്രിയ അജേഷ്, BMC കൺവീനർ B ഹരിദാസ്, SNM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ EP സതീശൻ എന്നിവർ സംസാരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈകൾ നട്ടു. ഹരിതകർമ്മ സേനാംഗങ്ങളെയും പ്ലാസ്റ്റിക്കും പാഴ്വസ്തുക്കളും ശേഖരിക്കുന്നവരെയും ചടങ്ങിൽ ആദരിച്ചു. ചങ്ങനാശ്ശേരിയിൽ നഗരസഭയുടെയും വിവിധ സ്കൂളുകളുടെയും ആഭിമുഖ്യത്തിൽ നടത്തിയ പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ വേറിട്ടതായി. വൃക്ഷത്തൈകൾ നട്ടും വിതരണം ചെയ്തുമായിരുന്നു ദിനാചരണം. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ അങ്കണത്തിൽ നടത്തിയ ദിനാചരണ പരിപാടികൾ ചെയർപേഴ്സൺ ബീന ജോബി ഉദ്ഘാടനം ചെയ്തു. മരം ഒരു വരമാണെന്നും ആ മരത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നൊരു ബോധ്യം സമൂഹത്തിന് പകർന്നു കൊടുക്കുന്ന ഒരു ദിനമാണ്. അതായത് പ്രകൃതി ഒരു വരദാനമാണ്, അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. നമ്മളിന്ന് അതിന് പകരം മരങ്ങൾ മുറിക്കുകയും അതുപോലെ തന്നെ പ്രകൃതിയിലേക്ക് മാലിന്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് നമ്മൾ പ്രകൃതി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
ദിനം നമുക്ക് കാരണമാകട്ടെ എന്നും നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന ഓരോ മരങ്ങളും അതിനെ സംരക്ഷിക്കാനും അങ്ങനെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ആരോഗ്യമുള്ള ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാനുമുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് കൈകോർക്കാം. ഈ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിന് അവർ ആയിരിക്കുന്ന ഇടങ്ങളിലും ഈ ഒരു ബോധ്യം പകർന്നു കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഈ യോഗ ഔപചാരികം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ പരിപാടിയുടെ ഭാഗമായി വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ NCC കേഡറ്റുകൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS ഗൈഡ് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ നടത്തിയ പരിസ്ഥിതി ദിനാചരണവും ശ്രദ്ധേയമായി. നഗരസഭയുടെ 30-ാം വാർഡിലെ മൈതാനത്ത് ഫലവൃക്ഷത്തൈകൾ നട്ടുകൊണ്ട് ചെയർപേഴ്സൺ ബീന ജോബി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലില്ലി തെരേസ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. ഫലവൃക്ഷത്തൈകളുടെ വിതരണം സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലിസാമ ജേക്കബ് നിർവഹിച്ചു. മാർക്കറ്റ് മേഖല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ റോഡരികിൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വൃക്ഷത്തൈകൾ നടുകയും ചെയ്തു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ്, കൗൺസിലർ കൃഷ്ണകുമാരി രാജശേഖരൻ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് പ്രകൃതി സംരക്ഷണത്തിന്റെ പാഠങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ചങ്ങനാശ്ശേരി സെന്റ് ആൻസ് ഗേൾസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കാണ് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തത്. ഹെഡ്മിസ്റ്റർ സിസ്റ്റർ അൻസ FCC, സിസ്റ്റർ ദീപ്തി മരിയ, ജോർജ് ജോസഫ്, ജസ്റ്റിൻ ജോസ് എന്നിവർ നേതൃത്വം നൽകി. പരിസ്ഥിതി ദിനത്തിൽ പഴക്കാട് പദ്ധതിക്ക് തുടക്കം കുറിച്ച് മുട്ടാർ ഗ്രാമപഞ്ചായത്ത് വനം വകുപ്പിൽ നിന്ന് ലഭിച്ച വിവിധ ഇനം ഫലവൃക്ഷ തൈകൾ വാർഡുകളിലെ തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നതായിരുന്നു പദ്ധതി. എല്ലാവരുടെ അനുവാദത്തോടു കൂടി ഈ വൃക്ഷം ഇവിടെ നടുക. പ്രകൃതിയെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ നവകേരള മിഷനുമായി ചേർന്നാണ് പഞ്ചായത്തിൽ ഫ്രൂട്ട് ഫോറസ്റ്റ് പദ്ധതി നടപ്പാക്കുന്നത്. 3-ാം വാർഡിൽ പ്രത്യേകമായി കണ്ടെത്തിയ സ്ഥലത്താരംഭിച്ച പഴക്കാട് പദ്ധതി വെളിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ എല്ലാ വർഷവും ജൂൺ 5 പരിസ്ഥിതി ദിനമായി ആചരിച്ചുകൊണ്ട് മരങ്ങൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ടും നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടും നമ്മുടെ ജനങ്ങളുടെ നിലവിലുള്ള സാഹചര്യം ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തിക്കൊണ്ട് പ്രതികൂലമായ സാഹചര്യങ്ങളെ നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുവാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമാണ് ഇന്ന് ഇവിടെ ഈ രൂപത്തിൽ നമ്മുടെ മുട്ടാർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 2 വർഷമായി നമ്മൾ നടത്തിക്കുന്ന പച്ചത്തുരുത്തിൻ്റെ തുടർ പ്രക്രിയ എന്നുള്ളതിലാണ്. ഫലവൃക്ഷാദികൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് അതിലൂടെ നമ്മുടെ ഫലങ്ങൾ നമുക്ക് ലഭ്യമാകുക എന്ന് മാത്രമല്ല നമ്മുടെ പക്ഷികൾക്കടക്കം അവരുടെ ആവാസ വ്യവസ്ഥയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് വരുവാനും നമുക്ക് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനുമുള്ള മഹത്തായ ലക്ഷ്യത്തെ ഊന്നി നിന്നുകൊണ്ടുള്ള ഈ പരിപാടി അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഈ മുട്ടാർ പഞ്ചായത്ത് ഏറ്റെടുത്തു. ഉദ്ഘാടന യോഗത്തിൽ മുട്ടാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരമ്യ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ബോബൻ ജോസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിനി ജോളി, 10-ാം വാർഡ് മെമ്പർ എബ്രഹാം ചാക്കോ, പഞ്ചായത്ത് സെക്രട്ടറി ബിനു ഗോപാൽ, നവകേരള മിഷൻ കോർഡിനേറ്റർ MG ധന്യ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻവർഷങ്ങളിൽ പഞ്ചായത്ത് നടപ്പാക്കിയ പച്ചത്തുരുത്ത് പദ്ധതിയുടെ ഭാഗമായി 13 വാർഡുകളിലും വിവിധ ഇനം തൈകൾ നട്ട് പരിപാലിച്ചിരുന്നു. ഇത് വിജയിച്ചതോടെയാണ് ഈ വർഷം പഴക്കാടെന്ന ആശയം നടപ്പാക്കാൻ ഭരണസമിതി തീരുമാനിച്ചത്. കാവാലം ദേശീയ ഗ്രന്ഥശാലയുടെയും ഗവൺമെന്റ് UP സ്കൂൾ രക്ഷാകർതൃ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ ഹാളിൽ ബുധനാഴ്ച രാവിലെ 10-ന് ആരംഭിച്ച ദിനാചരണ പരിപാടികൾ കുട്ടനാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KG മോഹനൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. എത്രയോ മഹാന്മാരെ സമ്മാനിച്ച ഒരു പള്ളിക്കൂടമാണ് സ്കൂളാണെന്ന് അറിയാമോ? അറിയാമോ? കവാലം നാരായണ പണിക്കർ സാറ്, കവി ഡോക്ടർ K അയ്യപ്പ പണിക്കർ അല്ലേ, അതുപോലെ എത്രയോ പേരെ സമ്മാനിച്ച ഒരു വലിയ പള്ളിക്കൂടത്തിലെ പുതിയ കുട്ടികളാണ് നിങ്ങളല്ലേ അല്ലേ? അപ്പൊ അതിൻ്റെതായ ഒരു പവറൊക്കെ വേണ്ടേ? ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ ശരിയാവൂ? മിടുക്കനായിട്ടിരിക്കണം, കേട്ടിരിക്കണം, ഇനി ചോദ്യം വരും. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു PN പണിക്കർ സാർ ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത ഗ്രാമത്തിൽ. ഓർമ്മയുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഓർമ്മയ്ക്ക് വഴിയില്ല, കേട്ട് കാണും അല്ലേ? PN പണിക്കർ, നാരായണ പണിക്കർ, പൊതുവായി നാരായണ പണിക്കർ എന്ന പേര്. 19-ാം തീയതി അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. അപ്പോ ചരമദിനമാണ്. ജന്മദിനം മാർച്ച് 1. അങ്ങനെ തൊട്ടടുത്ത ഗ്രാമത്തിൽ നിന്ന് നാട് മുഴുവൻ നടന്ന് വായനയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നടന്ന ഒരാളാണ് ആര്? PN പണിക്കർ എന്ന നാരായണ പണിക്കർ ഇല്ലേ?
യോഗത്തിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് കെ പി ഷാജി അധ്യക്ഷനായിരുന്നു. അധ്യാപിക ഡോക്ടർ പ്രീതി പരിസ്ഥിതി ദിന സന്ദേശം നൽകി. വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെ കാവാലം SBI മാനേജർ VB കാളിദാസ് ചടങ്ങിൽ ആദരിച്ചു. അധ്യാപക അവാർഡ് നേടിയ കാവാലം ഗവൺമെൻറ് UP സ്കൂൾ പ്രഥമ അധ്യാപിക വിനീത ടീച്ചർ, കേരള മീഡിയ അക്കാദമി മാധ്യമ ഫെലോഷിപ്പ് നേടിയ G ഹരികൃഷ്ണൻ കാവാലം, മികച്ച കർഷകരായ സോജൻ വർഗീസ്, കലേഷ് കമൽ എന്നിവരാണ് ആദരവ് ഏറ്റുവാങ്ങിയത്. കാവാലം ടെക്നിക്കൽ ഹൈസ്കൂൾ സൂപ്രണ്ട് KS കിരൺ ചടങ്ങിൽ വൃക്ഷത്തൈ വിതരണം നടത്തി. വായനശാല ഭാരവാഹികളായ MA ജോസഫ്, PN ബാബു, സ്കൂൾ SMC ചെയർമാൻ TP പ്രസന്നൻ, ക്ലസ്റ്റർ റിസോഴ്സ് പ്രതിനിധി ബിവിൻ ബാബു, സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് PV സിന്ധു, സ്റ്റാഫ് സെക്രട്ടറി M സിന്ധു എന്നിവർ സംസാരിച്ചു. പതിവ് തെറ്റിയില്ല. മരങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും കൃഷിയിടങ്ങൾ സംരക്ഷിക്കണമെന്ന സന്ദേശവും ഉയർത്തി പരിസ്ഥിതിവാദിയും പ്രകൃതി സ്നേഹിയുമായ അജികുമാർ തുരുത്തി പുന്നമൂട് ജംഗ്ഷനിൽ ആൽമര ചുവട്ടിൽ ഈ പരിസ്ഥിതി ദിനത്തിലും ഉപവാസം ഇരുന്നു. കുറിച്ചി പഞ്ചായത്ത് മലകുന്നം സ്വദേശിയായ അജികുമാർ കഴിഞ്ഞ 19 വർഷമായി എല്ലാ പരിസ്ഥിതി ദിനത്തിലും പ്രകൃതി സംരക്ഷണ സന്ദേശമുയർത്തി ഉപവാസമിരിക്കുന്നു. ഇരട്ട സഹോദരനായ ബിജുകുമാറിനോടൊപ്പം കുറിച്ചി ഔട്ട്പോസ്റ്റ് ജംഗ്ഷനിലായിരുന്നു അജികുമാർ ഉപവാസം ഇരുന്നിരുന്നത്. 5 വർഷം മുൻപ് സഹോദരൻ മരണപ്പെട്ടു. പിന്നീട് തുരുത്തി പുന്നമുടിലെ ആൽമര ചുവട്ടിലാണ് പരിസ്ഥിതി ദിനത്തിലുള്ള ഉപവാസം. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയായിരുന്നു ഉപവാസം. പരിസ്ഥിതിയെ സംരക്ഷിക്കുക, ജീവജാലങ്ങളെ നിലനിർത്തും. പരിസ്ഥിതി വ്യതിയാനം കാലാവസ്ഥ നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. പ്രകൃതിയെ നശിപ്പിച്ച അനുഭവം 10 വർഷത്തിന് 3 ജില്ലയിൽ മുങ്ങി പോകുന്നു. ഒരു കോട്ടയം ജില്ല, എറണാകുളം ജില്ല, ആലപ്പുഴ ജില്ലയുടെ പകുതി, കോട്ടയം ജില്ലയുടെ പകുതി. ഒരു മാസം പെയ്യേണ്ട മഴ 5 മിനിറ്റ് കൊണ്ട് പെയ്യുക. പ്രകൃതിയെ നശിപ്പിക്കുന്ന അനുഭവം. 40 വർഷക്കാലം മുന്നേ 16 ഡിഗ്രി ചൂടേ ഉണ്ടായിരുന്നുള്ളൂ. 16 ഡിഗ്രി ചൂടാവും. ഇപ്പം 45 ഡിഗ്രി ചൂടാ. അതാ കാലാവസ്ഥ മാറ്റം. ഇപ്പം മഞ്ഞുമില്ല, മഴയില്ല. ഒരു സസ്യത്തിന് ജീവിക്കണമെങ്കിൽ മഞ്ഞ് മതി. അതുപോലെ എള്ളും മുതിരയും കൃഷി ചെയ്യണമെങ്കിൽ തുള്ളി മഴ വേണ്ട, മഞ്ഞ് മതി. എന്നാൽ മഞ്ഞില്ല. അതുകൊണ്ടാണ് പ്രായ ചക്ക പോലും ഉണ്ടാകാത്തത്. അതാ മാറുന്ന കാലാവസ്ഥയും മരിക്കുന്ന ഭൂമിയും മരിക്കുന്ന ജീവജാലവും ഞാൻ ക്ലാസ് എടുക്കുന്നത്. എത്ര മരം? 1500. അത് പ്ലാവ് മാത്രമാണ്? ആ പ്ലാവാണെങ്കിൽ ഇത് പ്രകൃതി മാറാവുന്നുള്ള ഇത് അർത്ഥം. 1500 പ്ലാവാണ്? ആ പ്ലാവാ നട്ടത്. എവിടെയൊക്കെ നട്ടത്? അത് സ്കൂളുകളിലെല്ലാം നട്ടു, എല്ലാ വീടുകളിലൊക്കെ നട്ടിട്ടുണ്ട്. ജില്ലയ്ക്ക് വിലക്ക്? ആ, ജില്ലയ്ക്ക് വിലക്ക്. ഇതുവരെ 1400ഓളം മരങ്ങൾ സ്കൂളുകളിലും ആരാധനാലയങ്ങളിലും റോഡരികിലും അജികുമാർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അവിവാഹിതനായ അജികുമാർ വീടിന്റെ പരിസരത്ത് നടത്തുന്ന കൃഷിയിൽ നിന്നുമാണ് ഉപജീവനം കണ്ടെത്തുന്നത്. പ്ലാവ് നട്ടുപിടിപ്പിക്കാനാണ് അജികുമാർ പ്രോത്സാഹനം നൽകുന്നത്. പച്ചക്കറിത്തോട്ടം ആരംഭിക്കുന്ന സ്കൂളുകളിൽ നിർദ്ദേശങ്ങൾ നൽകാനും വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതിയെക്കുറിച്ച് ക്ലാസ് എടുക്കാനും പോകാറുണ്ട് അജികുമാർ. നിരവധി പരിസ്ഥിതി സംഘടനകളുടെയും സാംസ്കാരിക സാമുദായിക സംഘടനകളുടെയും അംഗീകാരം ഇദ്ദേഹം നേടിയെടുത്തിട്ടുണ്ട്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന വൃക്ഷപൂജ ശ്രദ്ധേയമായി. പരിസ്ഥിതി സംരക്ഷണത്തിനായി വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കണമെന്നും ജലസ്രോതസ്സുകൾ സംരക്ഷിക്കപ്പെടണമെന്നും ക്ഷേത്രം മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞു. കാര്യദർശിമാരായ മണിക്കുട്ടൻ നമ്പൂതിരി, മേൽശാന്തി രഞ്ജിത് B നമ്പൂതിരി, ആനന്ദ് നമ്പൂതിരി, രാജേഷ് നമ്പൂതിരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിസ്ഥിതി ദിനത്തിൽ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ. പ്രകൃതിയുടെ സംരക്ഷണത്തിന് നാം പ്രതിജ്ഞാബദ്ധരാകണമെന്ന് ചക്കുളത്തുകാവ് ക്ഷേത്രം മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞു. വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക, ആറുകളും തോടുകളും കുളങ്ങളും സംരക്ഷിക്കുക തുടങ്ങിയ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ തുടരേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വിപുലമായ രീതിയിൽ പൂജകളും പരിസ്ഥിതിയുടെ സംരക്ഷണത്തിനും പോഷണത്തിനുമായിട്ട് ഇവിടെ പ്രത്യേക അന്നദാനങ്ങളും മറ്റ് പല ചടങ്ങുകളും നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി നമ്മുടെ ജലസ്രോതസ്സുകൾ, തോട്, ആറ് തുടങ്ങിയ ജലാശയങ്ങളെ ശുദ്ധീകരിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ പരിസ്ഥിതി പ്രദേശങ്ങളൊക്കെ വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നതിനും ശുചിത്വത്തിന്റെ ഭാഗമായി സംരക്ഷിക്കുന്നതിനും കൂടുതൽ വൃക്ഷങ്ങളെ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് പരിസ്ഥിതിയെ പോഷിപ്പിക്കുന്നതിനും തുടങ്ങി പല രീതിയിലും നമ്മുടെ പരിസ്ഥിതി സംരക്ഷിച്ചില്ലെങ്കിൽ
വളരെയധികം പ്രത്യാഘാതം ഭാവിയിലുണ്ടാകും. ആലപ്പുഴ ജില്ലയിൽ ശിക്കാര വള്ളങ്ങളുടെയും ചെറുവള്ളങ്ങളുടെയും സഞ്ചാരം നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ജില്ലാ കളക്ടർ പിൻവലിച്ചു. നിലവിൽ ജില്ലയിൽ ഗ്രീൻ അലർട്ട് നിലനിൽക്കുന്നതിനാലും ശക്തമായ മഴ മുന്നറിയിപ്പ് ഇല്ലാത്തതിനാലുമാണ് നിരോധനം പിൻവലിച്ചത്. നീട്ടി നൽകിയ കരാർ കാലാവധി അവസാനിച്ചതോടെ പുളിങ്കുന്ന് ജങ്കാർ സർവീസ് നിർത്തലാക്കി. മുന്നറിയിപ്പ് കൂടാതെയാണ് സർവീസ് നിർത്തലാക്കിയതെന്ന് ആരോപണം. പൊതുമരാമത്ത് വകുപ്പ് ഉടൻ ബദൽ സംവിധാനം ഏർപ്പെടുത്തി യാത്രാക്ലേശം പരിഹരിക്കണമെന്ന് ആവശ്യം. ചമ്പക്കുളം പുളുങ്കുന്ന് ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുളുങ്കുന്ന് ജങ്കാർ സർവീസ് വർഷങ്ങളായി നിരവധി ആളുകളുടെ ആശ്രയമാണ്. പുളുങ്കുന്ന് എഞ്ചിനീയറിംഗ് കോളേജ് അടക്കം നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പഞ്ചായത്ത് ഓഫീസ് തുടങ്ങി നിത്യേന ജനങ്ങൾ ആശ്രയിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് യാത്രക്കാരാണ് ഇരുകരകളിലേക്കും യാത്ര ചെയ്യുന്നത്. ചങ്ങനാശ്ശേരി, ആലപ്പുഴ ഭാഗങ്ങളിലേക്ക് പോകാൻ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പേർ എത്തുന്നതും ജങ്കാർ കടന്നാണ്. യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് ജങ്കാർ സർവീസ് നിർത്തിവെച്ചതെന്ന് യാത്രക്കാർ ആരോപിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇന്ന് രാവിലെ 6:30-ക്ക് ജനങ്ങളിവിടെ ജങ്കാർ സർവീസിൽ കയറാൻ വരുമ്പോഴാണ് ജങ്കാർ ഇല്ല എന്നുള്ള വിവരം അറിയുന്നത്. ഇത് പൊതുമരാമത്ത് വകുപ്പ് ഒരു മുന്നറിയിപ്പ്, ജനങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകാതെ നിർത്തിയതിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്, ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. അടിയന്തരമായി ഈ ജങ്കാർ സർവീസ് കുട്ടനാട്ടിലെ പ്രത്യേകിച്ചും പുളിങ്കുന്നിലെ ഈ ജങ്കാർ സർവീസ് ആയിരക്കണക്കിന് ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമായ ഈ ജങ്കാർ സർവീസ് പുനരാരംഭിക്കണം. അതിന് ബദൽ സംവിധാനം എന്തെങ്കിലും സർക്കാരിന് ബാധ്യതയാണ് എങ്കിൽ അതിന് ബദൽ സംവിധാനം എന്തെങ്കിലും ആലോചിച്ച് അടിയന്തരമായി പൊതുമരാമത്ത് വകുപ്പ് മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ ജങ്കാർ സർവീസ് പുനരാരംഭിക്കണം. ഇവിടെ ഉള്ള ജനങ്ങൾ ഈ കടത്തോളത്തിൽ കയറുമ്പോൾ അപകടങ്ങളുണ്ടാകാവുന്ന നിത്യസംഭവമാണ്. അപ്പോൾ പ്രത്യേകിച്ചും മഴക്കാലമാണ്. ഇവിടെ ഇനിയിപ്പം നദികളിൽ വെള്ളം നിറഞ്ഞ് വളരെയധികം അപകടങ്ങളുണ്ടാകുന്ന സമയത്ത് ഒരു ജങ്കാർ സർവീസ് തന്നെയാണ് ഇവിടെ ആവശ്യം. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കരാർ കാലാവധി അവസാനിച്ചിരുന്നുവെങ്കിലും ജനങ്ങളുടെ ദുരിതം കണക്കിലെടുത്ത് 2 മാസം കൂടി സർവീസ് നീട്ടി നൽകിയിരുന്നു. ചൊവ്വാഴ്ച ഇത് അവസാനിച്ചതോടെയാണ് നിർത്തിവെച്ചത്. രാവിലെ വാഹനങ്ങളിൽ ഇവിടെ എത്തിയപ്പോഴാണ് യാത്രക്കാരിൽ പലരും ജങ്കാർ സർവീസ് നിർത്തിയ വിവരം അറിയുന്നത്. നദിയിൽ ഒഴുക്ക് ശക്തമായതിനാൽ ചെറുവള്ളങ്ങളിലെ യാത്ര അപകടകരമാണ്. ഈ സാഹചര്യത്തിൽ ബദൽ സംവിധാനം ഒരുക്കി യാത്രാക്ലേശം പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളും യാത്രക്കാരും ആവശ്യപ്പെടുന്നത്. മാവേലിക്കര മണ്ഡലം UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ വിജയം എടത്തുവായിൽ UDF പ്രവർത്തകർ നഗരം ചുറ്റി പ്രകടനം നടത്തിയും പൊതുസമ്മേളനം ചേർന്നുമാണ് ആഘോഷിച്ചത്. പ്രകടനത്തിലും സമ്മേളനത്തിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മുദ്രാവാക്യം മുഴക്കി എടത്തുവ നഗരം ചുറ്റി നടത്തിയ വിജയാഹ്ലാദ പ്രകടനത്തെ തുടർന്ന് ചേർന്ന സമ്മേളനം DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ തകർക്കുവാൻ, രാജ്യത്തെ മതേതരത്തെ തകർക്കുവാൻ നരേന്ദ്രമോദിയും അമിത്ഷായും RSSും സംഘപരിവാർ ശക്തികളുമൊക്കെ കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ശ്രമിച്ചെങ്കിലും ഇന്ത്യയിൽ ജനാധിപത്യം മരിച്ചിട്ടില്ല, മതേതരത്വം മരിച്ചിട്ടില്ല. ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ പൂത്തു വിറർന്ന് നിൽക്കുന്നതാണ് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള വിജയമാണ് ഇന്ന് രാജ്യത്തെമ്പാടും ഉണ്ടായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും കൂടെ ഈ രാജ്യത്തെ കൊള്ളയടിക്കുകയായിരുന്നു. ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ മുഴുവൻ തകർത്തുകൊണ്ട്, ഈ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ വിലക്കെടുത്തുകൊണ്ട്, ഈ രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാരെ കള്ളക്കേസിൽപ്പെടുത്തി ജയിലിലടച്ച് അവരുടെ കുടുംബാംഗങ്ങൾ അടക്കമുള്ള ആളുകൾക്കെതിരെ കള്ളക്കേസുകൾ എടുത്തുകൊണ്ട് ജനാധിപത്യ ധ്വംസനം നടത്തിക്കൊണ്ട് 10 വർഷക്കാലം മുന്നോട്ട് പോയെങ്കിൽ ഇവിടുത്തെ മുഴുവൻ ജനാധിപത്യ വിധ്വംസക ശക്തികളെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഐതിഹാസികമായി ഇന്ത്യയിലുടനീളം വിജയിച്ചു വരുന്നത് നമ്മൾ കണ്ടു. പ്രിയപ്പെട്ടവരെ, സമ്മേളനത്തിൽ UDF മണ്ഡലം ചെയർമാൻ ബാബു സേവ്യർ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ JT റാംസെ, അൽഫോൻസ് ആന്റണി, റോയി ഊരാംവേലിൽ, വിശ്വൻ വെട്ടത്തിൽ, മറിയാമ്മ ജോർജ്, ജിൻസി ജോളി, ലിജി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. ഭൂമിയിലെ സ്വർഗമാണ് ചങ്ങനാശ്ശേരി കുന്നന്താനത്തെ ദൈവപരിപാലന ഭവനമെന്ന് KST വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് D അജയകുമാർ. സങ്കുചിത ചിന്താഗതിക്കാർ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ ഈ സ്ഥാപനത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശനം നടത്തുന്നത് നല്ലതാണെന്നും അദ്ദേഹം പറഞ്ഞു. KST വർക്കേഴ്സ് യൂണിയൻ കോട്ടയം യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദൈവപരിപാലന ഭവനിലെ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും
IAS-ന് പഠിക്കുന്ന ലിറ്റി മോളെ ആദരിക്കുന്ന ചടങ്ങും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അജയകുമാർ. രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പരസ്പരം തമ്മിൽ അടുപ്പിച്ച് അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്നവർ ഭൂമിയിലെ മാലാഖമാരായ ഇവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ പ്രവർത്തനങ്ങളും ഇവർ സ്വന്തം മക്കളെപ്പോലെ പരിചരിക്കുന്ന കുട്ടികളെയും ഒന്ന് സന്ദർശിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സ്ഥാപക മദർ മേരി ലിറ്റിയുടെ ഖബറടത്തിലെ പുഷ്പാർച്ചനയ്ക്ക് ശേഷം കൂടിയ അനുമോദന യോഗത്തിൽ KST വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം ജോബ് വിരുത്തിഗിരി അധ്യക്ഷനായിരുന്നു. കോൺവെന്റ് മദർ സിസ്റ്റർ റോസ്ലി ആമുഖ പ്രഭാഷണവും ചങ്ങനാശ്ശേരി ഈസ്റ്റ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KA ജോസഫ് മുഖ്യപ്രഭാഷണവും നടത്തി. യൂണിയൻ സംസ്ഥാന സെക്രട്ടറി SK മണി, സിസ്റ്റർ ലിൻഡ, കോൺഗ്രസ് കുന്നന്താനം മണ്ഡലം പ്രസിഡന്റ് മാന്താനം ലാലൻ, യൂണിറ്റ് സെക്രട്ടറി R പ്രദീപ്, വൈസ് പ്രസിഡന്റ് ബിബിൻ K ഫ്രാൻസിസ്, ലിറ്റിമോൾ, കമ്മിറ്റി അംഗം ജോബിൻ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ പറവൂർ ഭാഗത്ത് വാറ്റ് കേന്ദ്രത്തിൽ എക്സൈസ് റെയ്ഡ്. വാണിജ്യ അടിസ്ഥാനത്തിൽ നടത്തിവന്ന വാറ്റ് കേന്ദ്രത്തിൽ നിന്ന് എക്സൈസ് സംഘം പിടികൂടിയത് 2000 ലിറ്റർ കോടയും വാറ്റ് ഉപകരണങ്ങളും. ആലപ്പുഴ എക്സൈസ് റേഞ്ചിലെ ഇൻസ്പെക്ടർ MR മനോജും സംഘവും ആലപ്പുഴ സർക്കിൾ പാർട്ടിയും സംയുക്തമായാണ് പരിശോധന നടത്തിയത്. ക്രിമിനൽ കേസിലെ പ്രതിയായ പുന്നപ്ര നോർത്ത് തൂക്കുകുളം രാരീരം വീട്ടിൽ അജേഷിനെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. ഇയാൾ ദിവസങ്ങളായി എക്സൈസ് ഷാഡോ ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ആഡംബര വീട് വാടകയ്ക്കെടുത്ത് വാണിജ്യാടിസ്ഥാനത്തിൽ വിൽപ്പനയ്ക്കായി ചാരായം വാറ്റി വിറ്റുവരികയായിരുന്നു പ്രതിയെന്ന് എക്സൈസ് സംഘം പറഞ്ഞു. 2000 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും 6000 രൂപയുമാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6645 രൂപ, പവന് 53,160 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.